നീണ്ട 20 വർഷത്തെ സൗദി ജയിൽവാസത്തിന് ശേഷം മരണത്തിൻ്റെ നിഴലിൽ നിന്നും ജീവനിലേക്ക് തിരിച്ചെത്തിയ ആ മനുഷ്യനെ മാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകളും മാറി മാറി ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത്രയധികം ഇൻ്റർവ്യൂകൾ കൊടുക്കേണ്ടതുണ്ടോ? പക്ഷേ ഓർക്കുക, ആ മനുഷ്യൻ്റെ മോചനത്തിന് ആവശ്യമായിരുന്ന 34 കോടി രൂപ എന്ന വലിയ തുക സമാഹരിക്കാൻ കാരണമായത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അതുകൊണ്ട് തന്നെ കാണാൻ വരുന്നവരോട് നന്ദികേട് കാണിക്കാൻ റഹീമിന് കഴിയില്ല. എന്നാൽ റഹീമിൻ്റെ ഈ വലിയ തിരിച്ചുവരവിന് പിന്നിൽ നമ്മളാരും അധികം അറിയാത്ത, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും മനസ്സ് നിറഞ്ഞുപോയ ഒരു സ്ത്രീയുടെ വലിയ ത്യാഗത്തിൻ്റെ കഥയുണ്ട്. സ്വന്തം ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിലും മറ്റൊരാളുടെ ജീവനിനായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏക സമ്പാദ്യം ഊരി നൽകിയ സോഫിയ എന്ന ആ സ്ത്രീയുടെ കഥയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കരുനാഗപ്പള്ളി സ്വദേശിയാണ് സോഫിയ. സ്വന്തമായി ഒരു നല്ല വീട് പോലുമില്ലാത്ത വാടക വീട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സാധാരണ സ്ത്രീ. ഭർത്താവിന് കൂലിപ്പണിയാണ്. സോഫിയ കടയിൽ ജോലിക്ക് പോയും ആകെയുള്ളത് 3 സെൻറ്റ് ഭൂമി മാത്രമാണ്. 2 മക്കളുമുണ്ട്. ഇത്തരത്തിൽ ജീവിക്കാൻ തന്നെ ദിവസവും കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലാണ് സോഫിയ കഴിയുന്നത്. 2 വർഷം മുമ്പാണ് അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി വലിയൊരു തുക ആവശ്യമുണ്ട് എന്ന വാർത്ത സോഫിയ അറിയുന്നത്. റഹീമിൻ്റെ ഉമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ സോഫിയയുടെ മനസ്സ് അലിഞ്ഞു. മറ്റൊന്നും അവർ ചിന്തിച്ചില്ല. തൻ്റെ കയ്യിൽ കൊടുക്കാൻ പണമുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട, അവരുടെ സ്നേഹത്തിൻ്റെ അടയാളമെന്ന് കരുതപ്പെടുന്ന ഒന്നുണ്ട്, അവരുടെ താലിമാല. കൂടെ ഒരു കുരിശും. സോഫിയ മറ്റൊന്നും നോക്കിയില്ല. തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ആ താലിമാലയും കുരിശും അബ്ദുൾ റഹീം ഫണ്ടിലേക്ക് അങ്ങോട്ട് സംഭാവന ചെയ്തു. ഒരു സ്ത്രീയും അത്ര പെട്ടെന്നൊന്നും തൻ്റെ താലിമാല മറ്റൊരാൾക്ക് ഊരി നൽകില്ല. കാരണം അതവരുടെ ദാമ്പത്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. എന്നാൽ സോഫിയ മാധ്യമങ്ങളോട് പറഞ്ഞത് കേട്ടോ? താലി എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അടയാളമായി കെട്ടിത്തരുന്നതാണ്. അങ്ങനെയൊരു സ്വർണത്തിൻ്റെ അടയാളം എനിക്ക് ആവശ്യമില്ല. കാരണം എൻ്റെ പുള്ളി എൻ്റെ കൂടെയുണ്ട്, എനിക്ക് മക്കളുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ വലുതല്ല എനിക്ക് ഈ സ്വർണം. എന്തൊരു വലിയ മനസ്സാണ് ആ സ്ത്രീയുടേത്. സ്വന്തം പ്രയാസങ്ങളും ദാരിദ്ര്യവും മറന്ന് ഒരു അന്യൻ്റെ ജീവനിനായി തനിക്കുള്ളതെല്ലാം നൽകാൻ കാണിച്ച ആ മനസ്സിനെ നമ്മൾ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത്? കേരളത്തിൽ മാത്രമായിരിക്കും ജാതിയും മതവും നോക്കാതെ ഇത്തരത്തിൽ മനുഷ്യത്വം കാണിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കുക. ഈ വലിയ നന്മയ്ക്കൊടുവിൽ കാലം കാത്തുവെച്ചൊരു സമ്മാനമുണ്ടായിരുന്നു. അബ്ദുൾ റഹീം ജയിൽ മോചിതനായി നാട്ടിലെത്തിയ ഉടനെ തന്നെ സോഫിയയെ ഫോണിൽ വിളിച്ച്, താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് സോഫിയക്ക് ആ കോൾ വരുന്നത്. അബ്ദുൾ റഹീം ആണെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്ത് സംസാരിക്കണമെന്ന് അറിയാതെ അവൾ സ്തംഭിച്ചു പോയി. തൻ്റെ സന്തോഷവും നന്ദിയും റഹീം അവരെ അറിയിച്ചു. മാത്രമല്ല, നേരിട്ട് വന്ന് കാണാമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്. താൻ നൽകിയ ആ ചെറിയ സഹായം കൊണ്ട് ഒരു ജീവൻ തിരികെ നാട്ടിലെത്തിയല്ലോ എന്നോർക്കുമ്പോൾ സോഫിയയുടെ കണ്ണുകൾ നിറയുകയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ കാണിക്കുന്ന നന്മകൾ ഒരിക്കലും വെറുതെയാവില്ല എന്നതിൻ്റെ തെളിവാണ് സോഫിയ. ഇനി നമുക്ക് അബ്ദുൾ റഹീമിലേക്ക് വരാം. 20 വർഷം ഒരു മനുഷ്യൻ ജയിലിനുള്ളിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും ആവില്ല. നമ്മളൊക്കെ ചെറിയൊരു പ്രതിസന്ധി വരുമ്പോൾ തന്നെ തകർന്നു പോകുന്നവരാണ്. എന്നാൽ റഹീം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. അബദ്ധത്തിൽ സംഭവിച്ച ഒരു കൊലപാതകത്തിൻ്റെ പേരിലാണ് റഹീം ജയിലിലാകുന്നത്. താൻ ജോലി ചെയ്ത വീട്ടിലെ ആൺകുട്ടിയുടെ കഴുത്തിലെ ട്യൂബ് റഹീമിൻ്റെ കൈ തട്ടി അറ്റുപോകുകയായിരുന്നു. ഒറ്റ നിമിഷത്തെ ക്ഷമയില്ലായ്മ, അല്ലെങ്കിൽ ഒരു നിമിഷത്തെ പ്രതികരണം, അതിന് റഹീം കൊടുക്കേണ്ടി വന്ന വില തൻ്റെ ആയുസ്സിൻ്റെ 1/3 പങ്കാണ്. റഹീം പറയുന്നത്, ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ജയിലിലായത്. എന്നാൽ ജയിൽ എന്നെ പഠിപ്പിച്ചത് ക്ഷമ എന്തെന്നാണ്. ഇപ്പോൾ റഹീം നാട്ടിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തിനായി ഒരു വിവാഹ ആലോചനയുടെ തിരക്കിലാണ്. നഷ്ടപ്പെട്ടു പോയ യൗവനം ഇനി തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. സോഫിയയെ പോലുള്ള വലിയ മനസ്സുള്ള മനുഷ്യരും റഹീമിനെ പോലുള്ള ജീവിതം പഠിച്ച മനുഷ്യരുമാണ് ഈ സമൂഹത്തിൻ്റെ മാതൃക. ഒരു നിമിഷത്തെ ദേഷ്യം നമ്മുടെ ജീവിതം തകർത്തു കളയുമെന്നും ഒരു നിമിഷത്തെ കാരുണ്യം മറ്റൊരാൾക്ക് ജീവൻ നൽകുമെന്നും ഈ 2 ജീവിതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു.